നിങ്ങളൊരു പുതിയ ചാനലാണെങ്കിൽ ഈ വീഡിയോ വളരെയധികം ശ്രദ്ധിച്ച് കാണണം. അതായത് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 100 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ അപ്ലോഡ് ചെയ്ത് ഒരു ട്രിക്കിലൂടെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ട്രിക്ക് വർക്ക് ചെയ്യില്ലേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതിനു മുമ്പ് ഞാൻ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചാനലിനെ കാണിച്ചു തരാം. ആ ചാനലിൽ ഡെയിലി 100 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഈ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പല വീഡിയോസിലും വ്യൂസ് വരുന്നുണ്ട്. നമുക്ക് ആ ചാനൽ ആദ്യം തന്നെ വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയാം. ഈ ഒരു ചാനൽ നിങ്ങളും വിസിറ്റ് ചെയ്യണം. അതായത് ഈ ചാനലിൽ ഹോമിൽ പോയിട്ട്, അതായത് സബ്സ്ക്രൈബർ ഉണ്ട്, അതുപോലെ തന്നെ വാച്ച് ടൈം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ സെക്ഷൻ ആദ്യം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ വീഡിയോ സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. അതായത് ഒരു വീഡിയോ തന്നെ ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ തന്നെയുള്ള ലോങ് വീഡിയോകൾ കാണാൻ സാധിക്കും. തൊട്ട് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, 2 ദിവസത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരേ വീഡിയോയ്ക്ക് തന്നെ 5000 വ്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2000 വ്യൂസ് വന്നിട്ടുണ്ട്. വ്യൂസ് വരാത്ത, അതായത് 83 വ്യൂസുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ചാനലിൻ്റെ തൊട്ടടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും 100 വീഡിയോ, 50 വീഡിയോ, 30 വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ സെറ്റായിട്ട് തന്നെ ആ ചാനലിൽ ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. അതായത് ഒരുപാട് വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000, 8000, അതുപോലെ തന്നെ ചില ഷോർട്ട് വീഡിയോകൾ കൂടുതൽ വ്യൂസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഷോർട്ട് വീഡിയോകളിൽ ഒരേ വീഡിയോയ്ക്ക് തന്നെ 1 വ്യൂസ്, 2 വ്യൂസ്, 4 വ്യൂസ് ഒക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ ചാനൽ ചെയ്തേക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഈ ചാനൽ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരുന്ന വീഡിയോകളൊക്കെ ഷോർട്ട് വീഡിയോകളാണ്. അത് റീ അപ്ലോഡ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഈ ചാനലിൽ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ബിഗ് മിസ്റ്റേക്കാണ്. ഈ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലായാലും ആ ചാനലിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ചാനൽ ഡിലീറ്റ് ചെയ്യും. നമുക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും. അതായത് നിങ്ങളൊരു പുതിയ ചാനലാകുമ്പോൾ നിങ്ങളുണ്ടാക്കിയ വീഡിയോ വളരെ നല്ല വീഡിയോസാണ്, അത് ഷോർട്ട് വീഡിയോ ആണ്. ആ ഷോർട്ട് വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വ്യൂസ് വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നേരെ മറിച്ച് അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈറ്റിലുകൾ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ ചേഞ്ച് ആയിരിക്കണം. നേരെ മറിച്ച് നിങ്ങൾ ഒരേ വീഡിയോനെ തന്നെ റീ അപ്ലോഡ് ചെയ്യുമ്പോൾ സെയിം ടൈറ്റിലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരേ ടൈറ്റിലിൽ തന്നെ റിപ്പീറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരേ കണ്ടന്റ് തന്നെ റിപ്പീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അത്തരം ചാനലുകൾ മോണിറ്റൈസ് ആവുന്ന സമയത്ത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. അതിൽ റീയൂസ്ഡ് കണ്ടന്റ് വരും, അല്ലെങ്കിൽ മിസ്ലീഡിങ് മെറ്റാഡാറ്റ വരും. ഈ മിസ്ലീഡിങ് മെറ്റാഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നത്, നമുക്ക് വീഡിയോയിൽ ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ടൈറ്റിലിൽ മറ്റൊരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ്, നമ്മുടെ തന്നെ വീഡിയോ നമ്മൾ റിപ്പീറ്റ് അപ്ലോഡ് ചെയ്താലും ഈ റീയൂസ്ഡ് കണ്ടന്റും വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യുമോ എന്നുള്ളത് പല ആൾക്കാരും ചോദിച്ചിരുന്നു. ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യില്ല. നമ്മൾ ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ട് അത് റിപ്പീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വ്യൂസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു സമയത്തും നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ പുതിയ ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബറുടെ പിന്നാലെ പോകരുത്. ജെനുവനായിട്ട് നമ്മൾ വീഡിയോകൾ, നല്ല വീഡിയോകൾ ഉണ്ടാക്കിയതിന് ശേഷം ആ വീഡിയോയിൽ അടിപൊളി ടൈറ്റിലും അതുപോലെ അടിപൊളി ഡിസ്ക്രിപ്ഷനും അടിപൊളി ടാഗും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വരുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.